മഹാഭാരതത്തിലെ ഏറ്റവും കരുത്തനായ യോദ്ധാവായിരുന്നു ബലരാമൻ. ഗദായുദ്ധത്തിൽ ബലരാമനെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധ്യമായിരുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമൻ അനന്തൻ എന്ന നാഗത്തിൻ്റെ അവതാരമായി കരുതപ്പെടുന്നു. ദ്വാപരയുഗത്തിലെ ദൈവികതയുടെയും ശക്തിയുടെയും പ്രതീകങ്ങളായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും. ഗദായുദ്ധത്തിലെ ഏറ്റവും കരുത്തരായ ഭീമസേനന്റെയും ദുര്യോധനന്റെയും ഗുരുവായിരുന്നു ബലരാമൻ. അധികമാർക്കും അറിയാത്ത ബലരാമന്റെ വിവാഹവും പുത്രന്മാരുടെയും കഥ. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. ദുഷ്ടരാജാക്കന്മാർ ഭൂമിയിൽ വർദ്ധിച്ചപ്പോൾ ദുഃഖിതയായ ഭൂമിദേവി മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. വസുദേവരുടെ പുത്രന്മാരായി ബലരാമൻ, ശ്രീകൃഷ്ണൻ എന്നീ പേരുകളിൽ താനും അനന്തനും അവതരിച്ച് ദുഷ്ടനിഗ്രഹം നടത്തിക്കൊള്ളാമെന്ന് മഹാവിഷ്ണു ഭൂമിദേവിക്ക് വാക്ക് നൽകി. ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നതിനാൽ ദേവകിക്ക് ജനിക്കുന്ന എല്ലാ പുത്രന്മാരെയും കംസൻ ജനന സമയത്ത് തന്നെ വധിച്ചു. മഹാവിഷ്ണു ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിക്കുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു ഈശ്വരാവതാരം കൂടി വേണമെന്ന് ഭഗവാൻ വിഷ്ണു തീരുമാനിച്ചു. അതിനാൽ 7ാമത്തെ ശിശുവിനെ കംസൻ വധിക്കാതിരിക്കേണ്ടത് അവതാര നിർവഹണത്തിന് ആവശ്യമായിരുന്നു. ദേവകി പ്രസവിച്ചാൽ ഉടൻ തന്നെ കംസൻ ശിശുവിനെ വധിക്കുമെന്നറിയാമായിരുന്ന മഹാവിഷ്ണു ദേവകിയുടെ ഗർഭത്തിൽ നിന്നും ശിശുവിനെ എടുത്ത് വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണിയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കുവാൻ മായാദേവിയെ ഏർപ്പാടാക്കി. മായാദേവി ദേവകി ഗർഭത്തെ ആകർഷിച്ച് രോഹിണിയുടെ ഉദരത്തിലാക്കി. ദേവകിയുടെ ഗർഭം അലസിപ്പോയതായി വാർത്തയും പ്രചരിച്ചു. രോഹിണി പ്രസവിച്ച ശിശുവിന് ബലഭദ്രൻ എന്ന നാമവും നൽകി. ബലരാമന് രോഹിണി പുത്രന്മാരായി 6 സഹോദരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ അമ്പാടിയിലും ബലരാമൻ മധുരാപുരിയിലുമാണ് ശൈശവം കഴിച്ചുകൂട്ടിയത്. ഒരിക്കൽ ഗർഗമുനി അമ്പാടിയിലെ നന്ദഗോപരുടെ ഭവനത്തിൽ വന്നു. അദ്ദേഹമാണ് ശ്രീകൃഷ്ണന്റെ ജന്മരഹസ്യങ്ങൾ നന്ദഗോപരെയും യശോദയെയും അറിയിച്ചത്. ഇതറിഞ്ഞ് അവർ മധുരാപുരിയിൽ ചെന്ന് ബലരാമനെ അമ്പാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും തങ്ങളുടെ ബാല്യകാലം അമ്പാടിയിൽ കഴിച്ചുകൂട്ടി. ദ്വാപരയുഗത്തിന് മുമ്പ് ദ്വാരകയുടെ പേര് കുശസ്ഥലി എന്നായിരുന്നു. ഈ കുശസ്ഥലിയെ ഭരിച്ചുകൊണ്ടിരുന്നത് രേവതൻ എന്ന പ്രസിദ്ധനായ രാജർഷിയായിരുന്നു. ഇദ്ദേഹത്തിന് 100 പുത്രന്മാരും 1 പുത്രിയും ജനിച്ചു. ഈ പുത്രിയുടെ പേരായിരുന്നു രേവതി. രേവതി പ്രായപൂർത്തിയായപ്പോൾ പിതാവായ രേവതൻ പുത്രിയുടെ വിവാഹത്തെപ്പറ്റി ആലോചന തുടങ്ങി. ലോകത്തിലെ ഏറ്റവും കരുത്തനായ വ്യക്തിക്ക് മാത്രമേ തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് രാജാവ് തീരുമാനിച്ചു. രാജാവ് ഏറ്റവും കരുത്തനായ വ്യക്തിയെ തിരയുവാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ രാജാവിന് സാധിച്ചില്ല. തൻ്റെ പുത്രിക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്താനാകാതെ വിഷമിച്ച രാജാവ് ഒടുവിൽ രേവതിയെയും കൂട്ടി ബ്രഹ്മലോകത്തേക്ക് യാത്രയായി. അവർ ബ്രഹ്മലോകത്തെത്തിയപ്പോൾ വേദങ്ങളും മലകളും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഋതുക്കളും മറ്റും ദിവ്യരൂപം ധരിച്ച് ബ്രഹ്മദേവനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നതായി കണ്ടു. അവരുടെ ഗാനമാധുര്യം കേട്ടപ്പോൾ രാജാവിനും പുത്രിക്കും അതിയായ ആനന്ദം തോന്നി. ഒടുവിൽ രാജാവ് തങ്ങളുടെ ആഗമന ഉദ്ദേശം ബ്രഹ്മദേവനെ അറിയിച്ചു. ബ്രഹ്മദേവൻ കുറച്ചു സമയം ആലോചിച്ച ശേഷം വസുദേവപുത്രനായ ബലരാമൻ ഒഴികെ രേവതിക്ക് ഉത്തമ പതിയായി ആരെയും കാണുന്നില്ലെന്നറിയിച്ചു. അവർ സന്തോഷത്തോടെ ബ്രഹ്മദേവനെ വണങ്ങിയ ശേഷം ഭൂമിയിലേക്ക് മടങ്ങി. എന്നാൽ ഇവർ ബ്രഹ്മലോകത്ത് കഴിച്ചുകൂട്ടിയ ചുരുങ്ങിയ സമയം കൊണ്ട് ഭൂമിയിൽ യുഗങ്ങൾ കടന്നുപോയിരുന്നു. അവർ ഭൂമിയിൽ തിരിച്ചെത്തിയപ്പോൾ മനുഷ്യന്റെ ആത്മീയവും സാംസ്കാരികവുമായ പരിണാമം തങ്ങളെക്കാൾ താഴ്ന്ന നിലയിലാണെന്ന് അവർ മനസ്സിലാക്കി. മുൻ യുഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യരുടെ വളർച്ച കുറഞ്ഞു, വീര്യം കുറഞ്ഞു, ബുദ്ധിശക്തിയിൽ ദുർബലരായി മാറി. രാജാവും പുത്രിയും ദ്വാരകയിലെത്തി ബലരാമനെ കണ്ട് വിവാഹാലോചന നടത്തി. എന്നാൽ വിവാഹം നടക്കുന്നതിന് തടസ്സമായി ഒരു പ്രശ്നമുണ്ടായിരുന്നു. സത്യയുഗത്തിൽ ജനിച്ച രേവതിക്ക് ദ്വാപരയുഗത്തിൽ ജനിച്ച ബലരാമനേക്കാൾ ഉയരമുണ്ടായിരുന്നു. എന്നാൽ ബലരാമൻ തൻ്റെ കലപ്പ രേവതിയുടെ ശിരസിൽ അമർത്തിയതോടുകൂടി അവൾ ഉയരം കുറഞ്ഞ് ബലരാമൻ അനുയോജ്യയായ ഉയരത്തിലേക്ക് മാറി. തുടർന്ന് ബലരാമൻ രേവതിയെ വിവാഹം കഴിച്ചു. ഇവർക്ക് 2 പുത്രന്മാരും 1 പുത്രിയും ജനിച്ചു. ഇവരുടെ പേരായിരുന്നു നിഷാദ, ഉൽമുഖ. പുത്രിയായിരുന്നു വത്സല.
ബലരാമന്റെ 2 പുത്രന്മാരും അദ്ദേഹത്തെ പോലെ തന്നെ അതിശക്തരായിരുന്നു. ശ്രീകൃഷ്ണ പുത്രന്മാരായ സാംബനും പ്രദ്യുമ്നനും കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നപ്പോൾ കുരുക്ഷേത്ര യുദ്ധം ഒരിക്കലും നടക്കുവാൻ പാടില്ല എന്ന് വിശ്വസിച്ച് അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന ബലരാമന്റെ 2 പുത്രന്മാരും പിതാവിൻ്റെ പാത പിന്തുടർന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ഇവർ 2 പേരും കൃഷ്ണപുത്രന്മാരെ സ്വന്തം സഹോദരങ്ങളെപ്പോലെയായിരുന്നു കണ്ടിരുന്നത്. അഭിമന്യുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ബലരാമപുത്രന്മാർ. ബലരാമപുത്രനായ ഉൽമുഖ് പിതാവിനെ പോലെ തന്നെ ഗദായുദ്ധത്തിലും മല്ലയുദ്ധത്തിലും അസാമാന്യ പ്രാവീണ്യം നേടിയിരുന്നു. പ്രിയ ശിഷ്യനായ ദുര്യോധനന്റെ പുത്രൻ ലക്ഷ്മണനുമായി സ്വന്തം പുത്രിയെ വിവാഹം കഴിപ്പിക്കുവാൻ ബലരാമൻ തീരുമാനിച്ചു എങ്കിലും വത്സല ലക്ഷ്മണനെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൾ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചത് അഭിമന്യുവിനെയായിരുന്നു. എന്നാൽ ശ്രീകൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്ന് ഈ വിവാഹം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം നടത്താമെന്ന തീരുമാനത്തിലെത്തി. എന്നാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു വീരചരമം പ്രാപിച്ചതിനാൽ പിന്നീട് ബലരാമപുത്രിയായ വത്സലയെക്കുറിച്ച് പുരാണങ്ങളിൽ ഒരിടത്തും പരാമർശിച്ചു കാണുന്നില്ല. ഗാന്ധാരി ശാപത്താൽ യാദവന്മാർ തമ്മിൽ പോരാടി മരിച്ചപ്പോൾ ബലരാമപുത്രന്മാരും ആ പോരാട്ടത്തിൽ മരിച്ചു. സ്വന്തം വംശം തമ്മിൽ തല്ലി മരിക്കുന്നത് തടയാനാകാതെ ബലരാമൻ ഒരു വൃക്ഷച്ചുവട്ടിൽ ചെന്ന് ധ്യാന നിമഗ്നനായിരുന്നു. ബലരാമന്റെ വായിൽ കൂടി ഒരു വെളുത്ത സർപ്പം ഇഴഞ്ഞിറങ്ങി സമുദ്രത്തിൽ കൂടി പാതാളത്തിലേക്ക് പോയി. ബലരാമന്റെ ആത്മാവായ ആ സർപ്പത്തെ പാതാളത്തിലെ പ്രമുഖ നാഗങ്ങൾ സ്വീകരിച്ചു എന്ന് മഹാഭാരതം മൗസലപർവം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. തുടർന്ന് പതിയും പുത്രന്മാരും നഷ്ടപ്പെട്ട രേവതി ബലരാമന്റെ ചിതയിൽ ആത്മത്യാഗം ചെയ്ത് മോക്ഷം പ്രാപിച്ചു. പുരാണത്തിലെ കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.